എൻ്റെ പേര് ജോർജ് കുട്ടി. ബത്തേരി രൂപതയിലെ ചുങ്കത്തറ സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ മെമ്പറാണ്. ഞാൻ 2022 8-ാം മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒരു ഇയർ ബാലൻസിൻ്റെ വിഷയമുണ്ടായി. ഒരു 3 മാസക്കാലം ഇയർ ബാലൻസിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ തല കറങ്ങുക, ജോലി കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേന് തല കറങ്ങുക. അത് ഒരു ദിവസം നന്നായി തല കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ രാത്രിയിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ, കാശുരൂപം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇന്ന് ഇത് മുന്നോട്ട് പോയാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, അതിനാൽ ഇതൊന്ന് മാറ്റി തരണമെന്ന് അഭ്യർത്ഥിച്ചു. തൈലമെടുത്ത് കുരിശ് വരച്ചു, കാശുരൂപം പിടിച്ച് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇന്ന് 13 മാസമായി, ഇതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത് എനിക്ക് 5 വർഷമായി ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നു, അതുപോലെ പ്രഷറും ഉണ്ടായിരുന്നു. അത് മരുന്ന് കഴിക്കും, ഇംഗ്ലീഷ് മരുന്നും ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ അത് കൂടിക്കൊണ്ടിരുന്ന അല്ലാതെ കുറയുന്നില്ലായിരുന്നു. ഇടയ്ക്ക് ഞാൻ ആ മരുന്നൊക്കെ നിർത്തും, പിന്നെയും കൂടുന്ന സമയത്ത് പിന്നെയും കുറച്ച് കഴിക്കും, അങ്ങനെ കൺട്രോൾ ചെയ്യും. അങ്ങനെയായി ഇപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ ഉപ്പും തേനും ഒരു 3 മാസം മുമ്പ് അടുപ്പിച്ചൊരാഴ്ച കഴിച്ചു. അതോടുകൂടി പിന്നീട് ടെസ്റ്റ് ചെയ്ത് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഷുഗറും പ്രഷറും എല്ലാം പക്ക കറക്റ്റായിട്ട് നോർമലായി. അത് വീണ്ടും ഞാനിപ്പോൾ ഈ മാസം ചെക്ക് ചെയ്തു, അന്നേരം അത് നോർമൽ തന്നെയാണ്. പ്രഷറും ഷുഗറും അങ്ങനെ സുഖമായി. അതുപോലെ എനിക്ക് പണ്ടൊരു അപകടം പറ്റിയതിൻ്റെ വഴിക്ക് കഴുത്തിനൊരു ഞരമ്പ് കുളത്തി പിടിക്കുമായിരുന്നു. അത് ഞാൻ കുളത്തി പിടിച്ച് കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ ഭയങ്കര വേദന വരും. അങ്ങനെ അതിന് പോയി മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ എന്താകാൻ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഓയിൽമെൻറ്റൊക്കെ തേച്ച് നിൽക്കും. വേദന വരുമ്പോൾ നല്ല വേദനയായിരിക്കും. ഞാനത് ഉടമ്പടി തൈലം തേച്ചുകൊണ്ട് പല പ്രാവശ്യം തേച്ചു, ഒരു 3-4 പ്രാവശ്യം തേച്ച് കാണും. ആ രോഗം ഇപ്പോൾ, ആ അസ്വസ്ഥത ഇപ്പം എൻ്റെ ശരീരത്തില്ല. അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കുന്നംകുളത്തുള്ള, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ, അതായത് ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ വയ്യ. നല്ല ജെൻറ്റിൽമാനാണ്. പക്ഷേ ഞാൻ കുറച്ച് തൈലം കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ കൊടുക്കരുതെന്ന് പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി കൊടുത്തു. അദ്ദേഹം ഇത് കുരിശ് വരെ തേക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം തേച്ചു. പിറ്റേ ദിവസം മുതൽ ആ രോഗം, ഇന്നിപ്പോൾ ഒരു 1.25 വർഷം കഴിഞ്ഞു, ആ രോഗം ഉണ്ടായിട്ടില്ല. എഴുന്നേൽക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുപോലെ എനിക്ക് ഒരു 10-30 വർഷമായിട്ട് അലർജി ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ജലദോഷം വരിക, പെട്ടെന്ന് അലർജി വന്നിട്ട് വിഷമങ്ങൾ ഉണ്ടാകുക, മൂക്കിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഉടമ്പടി ഉപ്പ് തൈലം തേന് ഉപയോഗിച്ച് ഞാൻ തൈലം എടുത്ത് ചിലപ്പോൾ നാവിൽ കുരിശ് വരച്ച് വെക്കും, അത് കഴിക്കും. അങ്ങനെ ചെയ്യലുണ്ട്. ഉടമ്പടി ഉപ്പും തേനും എടുത്ത് കഴിച്ചിട്ട് ആ അലർജി പൂർണ്ണമായിട്ട് ഇപ്പോൾ 2 മാസമായി എനിക്ക് അലർജി ഇല്ല. മറ്റേ തൊട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടേലും മാറിയാൽ അപ്പോൾ അലർജി വന്നുകൊണ്ടിരുന്നതാണ്, അതെല്ലാം മാറിക്കിട്ടി. അതുപോലെ തന്നെ അച്ഛൻ്റെ ആരാധനയിൽ ഞാനൊരു ദിവസം ആരാധന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മൂക്കിൽ പണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വളവുണ്ടെന്ന് പറഞ്ഞിരുന്നു മൂക്കിൻ്റെ മേലെ. അപ്പോൾ അലർജിയുടെ കാരണം അതൊക്കെ ഉണ്ടാവും, മൂക്കടവുണ്ടാവും. അപ്പോൾ അച്ഛൻ്റെ ആരാധന ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മൂക്കിന് വളവുള്ളവർ ഇപ്പം സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ തൊട്ടിട്ട് പറഞ്ഞു, എൻ്റേത് ഇപ്പം മാറും എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ ആ അസുഖം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു ദിവസത്തെ ആരാധനയിൽ നെഞ്ചിനൊരു ഭാരമുണ്ടായിരുന്നു. ആ ഭാരം അത് പൂർണ്ണമായി എടുത്തു മാറ്റി. മോന് 2022 UK പോകാൻ വേണ്ടിയിട്ട്, ഇളയ മോന് UK പോകാൻ വേണ്ടിയിട്ട് പേപ്പർ വർക്കിന് ഞാൻ മോന് ഉടമ്പടി എടുത്തിട്ടില്ല, ഞാനേ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ലോണ് ശരിയായി കൊടുത്തു. അത് ലോണിന് അന്ന് തടസ്സമില്ലായിരുന്നു, കാരണം ഞാനൊരു 20 ദിവസമോളം അടുപ്പിച്ച് പ്രാർത്ഥിച്ച് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയതാണ്. അത് കഴിഞ്ഞാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ ചോദിച്ചതെല്ലാം വിസയുടെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കുകളും എല്ലാം പെട്ടെന്ന് കിട്ടി. അവന് UK പോയി. ഇപ്പോൾ 1.5 വർഷത്തെ, ഏകദേശം 1.25 വർഷം കഴിഞ്ഞു. 1.5 വർഷമോളം അവരെ പഠിത്തത്തിൻ്റെ ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണ്. അവന് ഒരു കുഴപ്പമില്ലാതെ ജോലിയാണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും അവന് ഇഷ്ടമുള്ളിടത്ത് തന്നെ നല്ല പാർട്ട് ടൈം കിട്ടുന്നുണ്ട്. ജോലിക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ പഠിത്തവും നന്നായി പോകുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ മാസത്തിൽ മോള് UK പോയി, ഫാം ഡി കഴിഞ്ഞതാണ്. മോള് പോയപ്പോൾ ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു. മോളിവിടെ ഉടമ്പടി എടുത്തതാണ്. അപ്പം ഞാനൊരു 3 മാസം മുമ്പേ പറഞ്ഞു, ഉടമ്പടി ഉഴപ്പരുത് ഞാൻ പറഞ്ഞു കൊടുക്കും.
അപ്പോൾ അവർ ഉഴപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു, പഠിക്കുകയാണ് അവിടെ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉഴപ്പരുത് എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടില്ല, അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ SBIയുടെ ഒരു ലോൺ വെച്ചിട്ട് ഒരു പോയിൻ്റ്, ഒരു കാരണവുമില്ലാതെ ഒരു സിബിൽ സ്കോറിൽ ഒരു പോയിൻ്റ് കുറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുക. അത് ഞാനത് ഉടമ്പടി കാശ് രൂപ ഉപ്പിട്ട് ബാങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ട് ചോദിക്കുമ്പോൾ അതെല്ലാം പെട്ടെന്ന് ക്ലിയർ ആക്കാൻ തരാമെന്ന് പറയും. പക്ഷേ ഒരു പോയിൻ്റ് മാറി കിട്ടിയില്ല. പക്ഷേ കഴിഞ്ഞ അഞ്ചാമത്തെ പുതുക്കലിന് ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ ആ ലൈനിൽ അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുന്ന ആ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഞാൻ അമ്മേ മാതാവേ ഇന്ന് എനിക്കൊരു സാക്ഷ്യം തരണം എന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ഏരിയയിൽ വന്നപ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നു. മകൻ്റെ രണ്ടാമത്തെ ലോണ് മുടങ്ങിക്കിടന്നതാണ്. രണ്ടാമത്തെ വർഷത്തെ ലോണ് 13,30,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഇന്ന് വരെ 1 മാസത്തിൽ കൂടുതലായി. ഇന്ന് വരെ ആരും അത് ഇട്ട ആൾ എനിക്കറിയാം എവിടെ നിന്നാണ് വന്നതെന്ന്. പക്ഷേ അവർ വിളിച്ച് പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല, ഞാനങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. കാരണം മാതാവ് നേരിട്ട് കൊണ്ടുതന്നാണ്. അത് വലിയൊരു സാക്ഷ്യമാണ്. അത് കുറച്ച് ഞാൻ എന്ത് ചോദിച്ചാലും അന്നേരം തന്നെ കിട്ടലുണ്ട്. കാരണം ഞാനങ്ങനെ ചോദിക്കലില്ല, ചോദിക്കുന്നത് മാത്രമേ തരുള്ളൂ. അതേപോലെ തന്നെ നമ്മളിവിടെ ബൈബിള് വായനയിലാണെങ്കിൽ ഞാൻ അതിൻ്റെ ആഴമായ വായനകൾ അർത്ഥമനുസരിച്ച് വായിക്കാനൊക്കെ പഠിച്ചു, മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വലിയ കൃപ കിട്ടുന്നു. അതുപോലെ പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴൊക്കെ എത്ര കൊടുത്താലും മതി വരാത്ത പോലെ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ 10 കെട്ട് പത്രം ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോയി. ജനുവരിയിൽ പുതുക്കാൻ വന്നപ്പോൾ അവരോട് പത്രം ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. കാരണം 10 കെട്ട് 2 ദിവസം മുമ്പാണ് വാങ്ങിപ്പോയത്. അതുകൊണ്ട് പത്രം പോലും തന്നില്ല. തരാതെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുതുക്കി തന്നു. എല്ലാവരും ഇന്നാളെ ഒരാൾ കംപ്ലയിൻറ്റ് പറഞ്ഞത് പത്രം 3 കെട്ട് തരും പുതുക്കാൻ വരുമ്പോൾ. ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. കാരണം അതിന് മുമ്പേ ഞാൻ 10 കെട്ട് മേടിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും തരാഞ്ഞത്. അപ്പോൾ പത്രം അതുപോലെ അച്ഛൻ പറയുന്ന പോലെ മാതാവിൻ്റെ കൈയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത് കൊടുക്കൽ. അത് ഞാൻ ഒരാൾക്കും വെറുതെ കൊടുക്കില്ല. ഒരാൾ മേടിക്കാൻ തടസ്സമുള്ളവരോട് പറയും വായിക്കുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. ഇത് ഞാൻ ഇവിടെ വന്ന് മേടിക്കണമെങ്കിൽ ഒരു പത്രത്തിന് വന്നാലും 100 പത്രത്തിന് വന്നാലും എനിക്ക് 1000 രൂപ ചിലവാണ്. അതുകൊണ്ട് ഒരു പത്രത്തിന് 1000 രൂപ ചിലവ് വരുന്നതാണ്. അതുകൊണ്ട് വെറുതെ തരില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഈ 10 കെട്ട് പത്രവും ഞാൻ കൊടുക്കുകയുള്ളൂ. അല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ കൊടുക്കാൻ മാത്രം ഇല്ലല്ലോ. ഇവിടുന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ സുഖമില്ലാത്ത കുട്ടികളെ നോക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് ഫുഡിന് വേണ്ടി പൈസകൾ കൊടുക്കുകയും അതിനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് 1000 മണി ജപമാല മേടിച്ച് കൊണ്ടുപോയി കൃപാസന കൂട്ടായ്മ തുടങ്ങി. അത് അവിടെ വെച്ച് പ്രാർത്ഥനകളെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഒന്ന് പറയാം. ഒരു ലേഡിക്ക് ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യണമായിരുന്നു. സാധാരണ എല്ലാവർക്കും അറിയാം സ്ഥലം രജിസ്റ്റർ ചെയ്താൽ 10 ദിവസം പിടിക്കും അതിൻ്റെ ഡോക്യുമെൻറ്റ് കിട്ടണമെങ്കിൽ. പിറ്റേ ദിവസം ആ ഡോക്യുമെൻറ്റ് കിട്ടേണ്ട ഒരു അർജൻറ്റ് ഉണ്ടായിരുന്നു. മാതാവിനോട് അന്ന് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു. ആ പിറ്റേ ദിവസം തന്നെ ഡോക്യുമെൻറ്റ് കിട്ടി. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അതേപോലെ വേറൊരാൾക്ക് വേണ്ടി 8 വർഷമായി മുടങ്ങിക്കിടന്നൊരു സ്ഥലത്തിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു. അത് നടന്നു. പക്ഷേ അതിന് തടസ്സം വന്നപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അത് ക്ലിയറായി, എല്ലാം ഓക്കെ ആയി. അതേപോലെ ഒരുപാട് അനുഗ്രഹമാണ്. ചോദിക്കുന്ന എന്തും കാശ് രൂപം പിടിച്ച് ചോദിച്ചാൽ എല്ലാം ലഭിക്കും. 5 സെൻറ്റ് സ്ഥലം എനിക്ക് വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ കാശ് രൂപം പിടിച്ചു. അത് അമ്മേ മാതാവ് ഇപ്പോൾ വിറ്റ് കിട്ടണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ വിറ്റ് തന്നു. അതേപോലെ കാശ് രൂപം പിടിച്ചാൽ നമ്മൾക്ക് വലിയൊരു ശക്തിയാണ്. കാശ് രൂപം കയ്യിലുണ്ടെങ്കിൽ വലിയൊരു ശക്തിയാണ്. എത്ര പറഞ്ഞാലും മതിയാകാത്ത ശക്തിയാണത്. കാരണം മാതാവ് ഒപ്പം കൂടെ ഉണ്ടാകും. മാതാവ് ഉണ്ടെങ്കിൽ നമുക്ക് യേശു ഒപ്പം ഉണ്ടാവും. കാരണം പരിശുദ്ധ കന്യാമാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ കൂടെ എപ്പോഴും മകനും ഉണ്ടാവും. മകൻ ആരെന്ന് ചോദിച്ചാൽ കർത്താവാണ്. സർവ്വതിൻ്റെ ഉടയവനായ കർത്താവാണ്. ഈ തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്, ഓർമ്മയെ കിട്ടാത്ത വിധം അനുഗ്രഹങ്ങളാണ് കിട്ടുക. ചോദിക്കുന്ന എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ കൃപാസന കൂട്ടായ്മ ഭയങ്കര അനുഗ്രഹമായി. ആഴ്ചയിലുള്ള പ്രാർത്ഥന, ശനിയാഴ്ചകളിൽ അത് പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ച അതിൻ്റെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂട്ടായ്മ കൂടി ചോദിക്കുന്ന എല്ലാം ആ വരുന്നവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അത്ഭുതം പറയാനാണെങ്കിൽ എനിക്ക് ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ളതാണ്. ഒരു 15-20 വർഷം മുമ്പ് ദിവ്യകാരുണ്യം ഞാനിങ്ങനെ ഒരു ആരാധനയിൽ ധ്യാനത്തിൽ നിൽക്കുമ്പോൾ എറണാകുളം ചിറ്റൂർ ഉപ്പാണിയച്ഛൻ്റെ ധ്യാനത്തിലാണ്. അപ്പോൾ ദിവ്യകാരുണ്യം
അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആനുകൂല്യങ്ങളാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും. അതേ പരിശുദ്ധ അമ്മ ഏത് സമയം നമ്മുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യം കൂടുതലായിട്ട് വരും. എന്ത് കാര്യത്തിന് ചോദിക്കേണ്ടതാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ കഴിയും. അങ്ങനെ വലിയ അത്ഭുതമാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്നാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം ആ വ്യക്തിയോട് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 1:44 ഈശോ പറയുന്നത്. ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ അതിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി ഒരു ജീവിതമാണ്, ചിട്ടയായ ഒരു ജീവിതക്രമം. ആ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളാണ് ദൈവാനുഭവ സാക്ഷ്യങ്ങളായി നാം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്ന പല അസുഖങ്ങൾ, അതെല്ലാം ഈ മകൻ ഇവിടെ പറഞ്ഞു. തനിക്ക് എന്തൊക്കെയായിരുന്നു അസുഖങ്ങൾ, അത് ഓരോന്നും എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നു. താനിപ്പോൾ ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ നോർമലായ ഒരു വ്യക്തിയായിട്ട് ആണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നതെന്നാണ്. അതോടൊപ്പം തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ലോണ്, ഇതിനൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നമുക്ക് ഉടനടി അവകാശമായി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. കാരുണ്യ പ്രവർത്തികൾക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും അതുപോലെ തിരുവചനം, ജീവിക്കുന്ന ഈശോയെയാണ് തിരുവചനത്തിലൂടെ നാം വായിക്കുകയും അതുപോലെ അനുഭവിക്കുകയും ചെയ്യുക. ആ തിരുവചനം വായിക്കുവാനൊക്കെ നമുക്കൊരു താല്പര്യം തോന്നുക, അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും ഗ്രഹിക്കുവാനുമൊക്കെ നമ്മെ സന്നദ്ധരാക്കുക. അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് പിന്നീട് നമുക്കുണ്ടാവുക. തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.